Balanagar Technical Institute, Private ITI, Mookkannoor Angamaly. Workshop Calculations and Science for second years. നമുക്കിന്ന് പഠിക്കാനുള്ളത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻട്രോയിഡും എന്താണെന്ന് നോക്കാം. സെന്റർ ഓഫ് ഗ്രാവിറ്റി. Center of gravity of a body is the point through which the whole weight of the body will act irrespective of shape and size. നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുന്നു, അതിനൊരു വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയും. ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ആ ബോഡിക്ക് ഒരു വെയിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസ് ഉണ്ടാവും. ആ മാസ് അല്ലെങ്കിൽ ആ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഒരു എക്സ് വാല്യൂം ഉണ്ടാകും, ഒരു വൈ വാല്യൂം ഉണ്ടാകും. അതായത് നമ്മളൊരു കോർഡിനേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റ്, വൈ ആക്സിസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റ്. അങ്ങനെ ആ രണ്ട് വാല്യൂം കൂടെ കൂട്ടുമ്പോൾ വരുന്ന പോയിന്റിനാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതായത് ഒരു എക്സ് ആക്സിസ് എടുക്കുന്നു, ഒരു വൈ ആക്സിസ് എടുക്കുന്നു. വൈ ആക്സിസിൽ നിന്ന് മുമ്പിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് വൈ ആക്സിസ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, വെർട്ടിക്കലാണ്. അപ്പോൾ വെർട്ടിക്കലിൽ നിന്ന് മുമ്പിലേക്കുള്ള റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ്, അതാണ് നമ്മൾ എക്സ് വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ എക്സ് ആക്സിസിൽ നിന്ന് മോഡിലേക്കുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, അതാണ് നമ്മൾ വൈ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു എക്സ് വാല്യൂം ഉണ്ടാകും, ഒരു വൈ വാല്യൂം ഉണ്ടാകും. അത് രണ്ടും കൂടെ കൂടി ചേരുന്ന പോയിന്റാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് എടുക്കുക. അവിടെയായിരിക്കും ആ ബോഡിയുടെ വെയിറ്റ് അല്ലെങ്കിൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സെൻട്രോയിഡ് എന്താണെന്ന് നോക്കാം. ഇൻ ജോമെട്രിക്കൽ ഫിഗേഴ്സ് സച്ച് ആസ് ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സെമിസർക്കിൾ have only areas, no mass. The center of areas of such figures is termed as centroid. നമ്മൾ ജോമെട്രിക്കൽ ഫിഗേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതായത് 2D ഫിഗേഴ്സ്, ട്രയാങ്കിൾ ആകാം, റെക്ടാങ്കിൾ ആകാം, സെമിസർക്കിൾ ആകാം, അങ്ങനെയുള്ള ഫിഗർ ട്രയാങ്കിൾ ആകാം. അപ്പൊ അതിന് ഏരിയ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മാസ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഏരിയ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് അതിന്റെ ടോട്ടൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ്, ഓക്കെ, അതിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുക. അതായത് ദ സെന്റർ ഓഫ് ഏരിയ ഓഫ് സച്ച് ഫിഗേഴ്സ്, അങ്ങനെയുള്ള ഫിഗറുകളുടെ ഏരിയയുടെ സെന്റർ, ഓക്കെ, ആ പോയിന്റാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുക. ഇഫ് ദി ലാമിന ഈസ് അസ്യൂംഡ് ടു ഹാവ് യൂണിഫോം മാസ് പെർ യൂണിറ്റ് ഏരിയ, then the centroid is also the center of gravity in a uniform gravitational field. ഒരു യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ സെൻട്രോയിഡും സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നതും ഒരേ പോയിന്റ് തന്നെയായിരിക്കും. അതായത് കണ്ടീഷൻ ഉണ്ട്, യൂണിഫോം മാസ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ അത് കറക്റ്റ് ആയിട്ട് എല്ലാ യൂണിറ്റ് ഏരിയകളിലും അതേ മാസ് തന്നെയാണെന്നുണ്ടെങ്കിൽ, യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡും ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ സെൻട്രോയിഡും ഗ്രാവിറ്റിയും എന്ത് തന്നെയായിരിക്കും, ഒരു പോയിന്റ് തന്നെ ആയിരിക്കും. അതാണ് നമ്മൾ സെൻട്രോയിഡും അതേപോലെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിൽ പഠിച്ചത്. ഇനി നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഷേപ്സ് നോക്കാം. ഇനി പല പല ഷേപ്പുകളുണ്ട്, അങ്ങനെ ഓരോ ഷേപ്പും നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് സർക്കിൾ നോക്കാം. സർക്കിൾ നമുക്ക് അറിയാവുന്നതാണ്, നമുക്കതിന് ഡയമീറ്റർ ഉണ്ട്, ഒരു റേഡിയസ് ഉണ്ട്. അപ്പോൾ സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സർക്കിൾ ഈസ് ഇറ്റ്സ് സെന്റർ. അതിന്റെ സെന്റർ തന്നെയായിരിക്കും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സെന്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, റേഡിയസ് ആയിരിക്കും അതിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ഒരു സർക്കിളിന് ഒരു ഡയമീറ്റർ ഉണ്ട്, ആ ഡയമീറ്ററിന് പകുതിയിലാണ് എന്തിരിക്കുന്നത്, അതിന്റെ സെന്റർ ഇരിക്കുന്നത്. അതായത് റേഡിയസ് എന്ന ഡിസ്റ്റൻസിലായിരിക്കും സെന്റർ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പറയാൻ പറ്റും, റേഡിയസ് എന്ന ഡിസ്റ്റൻസിലായിരിക്കും സെൻട്രോയിഡ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ ഡി ഡയമീറ്റർ ആണ്, ആ റേഡിയസ് ആണ്. ജി എന്ന് പറയുന്നത് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെൻട്രോയിഡ് ആയിട്ട് ഡിനോട്ട് ചെയ്യുക. അത് എവിടെ ആയിരിക്കും, d/2 എന്ന വാല്യൂവിലായിരിക്കും, അതായത് റേഡിയസിലായിരിക്കും. ഇനി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഫോർമുലാസ് അറിയാവുന്നതാണ്, A=πr². അടുത്ത ഷേപ്പ് നമുക്ക് നോക്കാം, സ്ക്വയർ, റെക്ടാങ്കിൾ അല്ലെങ്കിൽ പാരലലോഗ്രാം. ഇതിനെല്ലാത്തിനും ഒരേ കേസ് തന്നെയാണ്. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സ്ക്വയർ
rectangle and parallelogram is the point where its diagonal meet each other. അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളോ അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയഗണൽസ് നമ്മൾ വരച്ചിട്ട് ആ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അതിന്റെ സെന്റർ എന്ന് പറയാം. ഇനി ഒരു റെക്ടാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയഗണൽ നോക്കിയിട്ട് ആ ഡയഗണലിന്റെ സെന്റർ എന്ന് പറയാം. അതേപോലെ തന്നെ പാരലോഗ്രവും ഡയഗണൽ വരച്ചിട്ട് അത് കൂട്ടിമുട്ടുന്ന പോയിന്റിലായിരിക്കും. അപ്പോൾ ഫിഗർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സ് ആക്സിസ് വരച്ചിട്ടുണ്ട്, ഒരു വൈ ആക്സിസ് വരച്ചിട്ടുണ്ട്. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്ടാങ്കിൾ വരച്ചു. അപ്പോൾ ആ റെക്ടാങ്കിളിന്റെ എ സിയും ബി ഡിയും ആണ് ഡയഗണൽസ്. അത് മീറ്റ് ചെയ്ത പോയിന്റ് ആണ് ജി എന്ന് പറയുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ്. ഇനി നമുക്ക് അതിന്റെ വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സ് വാല്യൂസും വൈ വാല്യൂസും കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറയുന്നത് b/2 ആയിരിക്കും, അതേപോലെ വൈ എന്ന് പറയുന്നത് h/2 ആയിരിക്കും. അതായത് എക്സ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആക്സിസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എക്സ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എക്സ് ഡിസ്റ്റൻസ് ആണ് നോക്കുക. അതായത് വൈ ആക്സിസിൽ നിന്ന് അതിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് എക്സ്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്ന് അതിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് താഴെ എഴുതിയിരിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം എക്സ്ട്രീം ലെഫ്റ്റ്, അതായത് വൈ ആക്സിസിൽ നിന്ന് ടു ദ സെന്റർ ഓഫ് ദി ഷേപ്പ്. ഇനി വൈ ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം എക്സ്ട്രീം ബോട്ടം, അതായത് എക്സ് ആക്സിസ് ടു ദ സെന്റർ ഓഫ് ദി ഷേപ്പ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസിൽ നിന്ന്, അതായത് എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് ഏത് ബോഡിയാണ് ആ ബോഡിയുടെ സെൻട്രോയിഡ് വരെയുള്ള ലെങ്ത് ആണ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് റെക്ടാങ്കിൾ ആയതുകൊണ്ട് അത് b/2 ആണ്. ബി എന്ന് പറയുന്നത് ബേസ് ആണ്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ബേസിന്റെ നേരെ പകുതിയായിരിക്കും. ഇനി വൈ ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം എക്സ്ട്രീം ബോട്ടം, അതായത് എക്സ് ആക്സിസിൽ നിന്ന്, അതായത് ഏറ്റവും അടിയിലെ പ്ലെയിനിൽ നിന്ന് അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ നിന്ന് ആ ഷേപ്പിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്, നമ്മളിപ്പോൾ ലെങ്ത് ആയിട്ട് പറയാം, അല്ലെങ്കിൽ മുകളിലേക്ക് നമ്മൾ നോക്കുന്നതുകൊണ്ട് ഹൈറ്റ് ആയിട്ട് പറയുന്നു. അതായിരിക്കും വൈ ഡിസ്റ്റൻസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കിളിന്റെ h/2 ആയിരിക്കും. ലെങ്ത് എന്ന് പറയുന്നപ്പോൾ h/2 ആയിട്ട് മാറും. അതാണ് സ്ക്വയറിനും റെക്ടാങ്കിളും പാരലോഗ്രത്തിനും വരുന്ന സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള എക്സിന്റെയും വൈയുടെയും ഇക്വേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് സെൻട്രോയിഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: b/2 ഡിസ്റ്റൻസ് ഫ്രം സൈഡ് എ ഡി ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അതായത് സൈഡ് എ ഡിയുടെ നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ റെക്ടാങ്കിൾ അതായത് സൈഡ് എ ഡി ആയിരുന്നു. എ ഡിയിൽ നിന്ന് b/2 ഡിസ്റ്റൻസ് മാറി എവിടം വരെയാണ്? സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. അതേപോലെ തന്നെ h/2 ഡിസ്റ്റൻസ് മാറി എവിടുന്ന്? എ ബിയിൽ നിന്ന് മുകളിലേക്ക്. അതാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അതാണ് x = b/2, y = h/2 വന്നത്. അടുത്ത നമുക്ക് നോക്കാം ട്രയാങ്കിൾ. ട്രയാങ്കിൾ നമുക്കറിയാവുന്നതാണ്, 3 സൈഡ് ഉണ്ടാവും. അതാണ് ട്രയാങ്കിൾ എന്ന് പറയുക. അപ്പോൾ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതും ഇതേപോലെ തന്നെയാണ്. ട്രയാങ്കിളിന്റെ മീഡിയൻസ് നമ്മൾ വരച്ചതിന് ശേഷം ആ മീഡിയൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുക, അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കിൾ ഈസ് at the point where 3 medians of a triangle meet each other. അതായത് 3 മീഡിയൻസും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമ്മൾ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. അത് ഡി ആയിട്ട് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രയാങ്കിൾസ് തന്നെ വരുന്ന ഐസോസെലസ് ട്രയാങ്കിളിന്റെയും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെയും സെൻട്രോയിഡ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് നോക്കാം. തൊട്ട് മുമ്പ് നമ്മൾ സ്ക്വയറിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിൽ പഠിച്ച പോലെ തന്നെ ട്രയാങ്കിൾ നമ്മൾ ആ ആക്സിസിനുള്ളിൽ വരച്ചു. അപ്പോൾ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. വൈ ആക്സിസിൽ നിന്ന് ജി വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. അത് ഈ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരുമ്പോൾ എക്സ് എന്ന് പറയുന്നത് b/2 ആയി മാറും. അതേപോലെ തന്നെ നമ്മൾ വൈ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ, അതായത് ബേസിൽ നിന്ന്, അതായത് എക്സ് ആക്സിസിൽ നിന്ന് മുകളിലേക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി വരെയുള്ള ഹൈറ്റിനാണ് നമ്മൾ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. അത് നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നു. അത്
h/3 ആണ്, അല്ലെങ്കിൽ 1/3 h ആയിരിക്കും. അപ്പോൾ നമുക്ക് സെൻട്രോയിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എങ്ങനെ എഴുതാം? സെൻട്രോയിഡ് ഈസ് ഈക്വൽ ടു b/2 ഫ്രം എക്സ്ട്രീം ലെഫ്റ്റ്, അതായത് y ആക്സിസ്, ആൻഡ് h/3 ഫ്രം എക്സ്ട്രീം ബോട്ടം, അതായത് x ആക്സിസിൽ നിന്ന്. ഓക്കെ, ഫിഗർ നോക്കിയാൽ നമുക്ക് പ്രത്യേകം മനസ്സിലാവുന്നതാണ്. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ സെൻട്രോയിഡ് G ആണ്, y എന്ന് പറയുന്ന ഹൈറ്റ് എവിടുന്ന് x ആക്സിസിൽ നിന്ന് സെൻട്രോയിഡ് വരെ ഉള്ളത്, അതേപോലെ x എന്ന് പറയുന്ന ലെങ്ത് y ആക്സിസിൽ നിന്ന് സെൻട്രോയിഡ് വരെ, പിന്നെ ബേസ് B, ഹൈറ്റ് h. അടുത്ത നമുക്ക് നോക്കാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുമ്പോഴത്തേന് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് നമുക്കറിയാം. ഓക്കെ, അതിന്റെ ബേസ് B ആയിട്ട് എടുത്തു, അതുപോലെ ഹൈറ്റ് h ആയിട്ട് എടുത്തു, G സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് x എന്ന് പറയുന്നത് b/3 അല്ലെങ്കിൽ 2/3 ഓഫ് b, y എന്ന് പറയുന്നത് h/3 അല്ലെങ്കിൽ 2/3 ഓഫ് h. അതെങ്ങനെയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫിഗറിലേക്ക് നോക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, എ ബി എന്ന് പറയുന്നത് ബേസ് ആണ്, എ സി എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ആദ്യം നമുക്ക് x ആണ് എടുക്കുന്നതെങ്കിൽ x നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏതാണ് x എന്ന് പറയുന്നത്? y ആക്സിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് y ആക്സിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. y ആക്സ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ലെങ്തിനെയാണ് നമ്മൾ x ആയിട്ട് എടുക്കുക. ആ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും b/3 ആയിരിക്കും. അതായത് 90 ഡിഗ്രി സൈഡിൽ നിന്ന് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ വരുന്ന സൈഡിൽ നിന്ന് നമ്മൾ സെൻട്രോയിഡിലേക്ക് ആണ് ഡിസ്റ്റൻസ് എടുക്കുന്നതെങ്കിൽ അത് എപ്പോഴും b/3 ആയിരിക്കും. ബാക്കിയുള്ള ലെങ്ത് 2/3 ഓഫ് ബിയും, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ സൈഡിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ലെങ്ത് b/3യും, അതേപോലെ എഡ്ജിൽ നിന്ന് നമ്മൾ ആ ബി എന്ന് പറയുന്ന പോയിന്റ്, അതായത് ചെറിയ ആംഗിൾ വരുന്ന പോയിന്റിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ 2/3 ഓഫ് ബിയും ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഹൈറ്റ് നമ്മൾ എടുക്കുന്നത്. ഹൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഹൈറ്റ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഏതായിട്ടാണ്? y ആയിട്ടാണ്, അതായത് x ആക്സിസിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ഹൈറ്റ്. ആ ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും h/3 ആയിരിക്കും. എവിടുന്ന് എടുക്കുമ്പോൾ? റൈറ്റ് ആംഗിളിന്റെ ആംഗിളിൽ എവിടുന്ന്, അതായത് 90 ഡിഗ്രി വരുന്ന സൈഡിൽ നിന്ന് മുകളിലേക്ക് എടുക്കുമ്പോൾ, അതായത് എ ബി എന്ന ബേസിൽ നിന്ന് മുകളിലേക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെ എടുക്കുമ്പോൾ ഉള്ള ഹൈറ്റ് എന്ന് പറയുന്നത് h/3 ആയിരിക്കും എപ്പോഴും. അതേപോലെ തന്നെ സിയിൽ നിന്ന് താഴേക്ക് അത് എടുത്തു കഴിഞ്ഞാൽ 2/3 h ആയിരിക്കും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒന്നുകൂടെ പറയാം, അതായത് നമ്മൾ എ ബി എന്ന ബേസിൽ നിന്ന് മുകളിലേക്ക് എടുക്കുമ്പോൾ h/3യും എ സി എന്ന സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ b/3യും, അതാണ് എക്സും വൈയും പറയുന്നത്. ആണ് നമ്മൾ ഒന്നുകൂടെ എഴുതിയിരിക്കുന്നത്. x എന്ന് പറയുന്നത് b/3 ഫ്രം എ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ടു റൈറ്റ് സൈഡ് ടിൽ g, അതായത് b/3 എന്ന് പറയുന്നത് x ആയിട്ട് നമ്മൾ എടുക്കുന്നു. എവിടുന്ന്? എയിൽ നിന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മുമ്പിലേക്ക് എങ്ങോട്ട്? റൈറ്റ് സൈഡിലേക്ക്, എവിടെ വരെ? g വരെ. റൈറ്റ് ആംഗിൾ സൈഡ് അല്ലെങ്കിൽ 90 ഡിഗ്രി സൈഡ് നമുക്ക് പറയാം. ഓർ അല്ലെങ്കിൽ 2/3 ഫ്രം ബി ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ടു ലെഫ്റ്റ് സൈഡ്, അതായത് ബിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ജി വരെ എടുക്കുന്നു, ഫ്രം ലോ ആംഗിൾ സൈഡ്. ഓക്കെ, അല്ലെങ്കിൽ ലോ ആംഗിൾ എഡ്ജ്. ഇഫ് യു ടുക്ക് ഫ്രം റൈറ്റ് സൈഡിൽ നിന്ന്. അതേപോലെ y എടുക്കുമ്പോൾ എങ്ങനെയാണ്? h/3 ഫ്രം എ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ, താഴെ നിന്ന് മുകളിലേക്ക് എവിടെ വരെ? ജി വരെ, ടിൽ ജി, ഫ്രം റൈറ്റ് ആംഗിൾ സൈഡ്. റൈറ്റ് ആംഗിൾ സൈഡിൽ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ 90 ഡിഗ്രി സൈഡ്. അല്ലെങ്കിൽ 2/3 ഫ്രം സി ടിൽ ജി, എവിടെ നിന്ന് എടുക്കുമ്പോൾ? ഫ്രം ലോ ആംഗിൾ സൈഡ്. ഇഫ് യു ലുക്ക് ഫ്രം ടോപ്പ്, മുകളിൽ നിന്ന് താഴേക്ക്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. നമ്മൾ ഇപ്പോൾ പഠിച്ച അത്രയും ടോപ്പിക്കിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിച്ച് നോക്കുക, ക്വസ്റ്റ്യൻസ് നോക്കുക, വായിക്കുക, മനസ്സിലാക്കുക, അതിന്റെ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ അത്രയും ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, മനസ്സിലാക്കി ആൻസേഴ്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ടാവും. താങ്ക് യു.